റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉക്രൈനെതിരെ ഇറാനിയൻ മെയ്ഡ് ഷാഹിദ് 136 ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതലേ ഒരു കിംവദന്തിയായിരുന്നു. എന്നാൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം റഷ്യ അവ ഉപയോഗിക്കുന്നതിന്റെ എണ്ണം കൂടി തുടങ്ങി. ഇതുവരെയും റഷ്യ ഉക്രൈനെതിരെ ഡ്രോൺസ് ഉപയോഗിക്കുമ്പോഴെല്ലാം 1000 മീറ്റർ ഉയരം അല്ലെങ്കിൽ 1500 മീറ്റർ ഉയരം ഇങ്ങനെയായിരുന്നു ഡ്രോൺസ് പറന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഉക്രൈന് ഒരു 90% കിൽ റേഷ്യോ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ അപ്ഗ്രേഡഡ് വേരിയന്റ് റഷ്യ സൃഷ്ടിച്ചതിന് ശേഷം, അതായത് ജെറാൻ എന്ന ഒരു റഷ്യൻ പതിപ്പ് നിർമ്മിച്ചതിനു ശേഷം 90% ഉണ്ടായിരുന്ന കിൽ റേഷ്യോ ഇപ്പോ വെറും 32% വന്ന് അവസാനിച്ചു. കൂടാതെ നമ്മൾ സാധാരണ ദിനചര്യയിൽ ഉപയോഗിക്കുന്ന ടെലഗ്രാം, വാട്സ്ആപ്പ് ഉപയോഗിച്ചു പോലും ഈ ഡ്രോൺ അറ്റാക്ക് ഉക്രൈനെതിരെ റഷ്യ നടത്തുന്നുണ്ട്. ഇത് സംബന്ധിക്കുന്ന വാർത്തകളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഡ്രോൺ വാർഫെയറിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ഈ ഒരു സംഭവം ഇപ്പൊ മാറിയിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ജെറാൻ ഡ്രോൺസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇറാന്റെ ഷാഹിദ് 136 ഡ്രോൺസിന്റെ ഒരു അപ്ഡേറ്റഡ് വേരിയന്റ് ആണ്, അല്ലെങ്കിൽ ഒരു റഷ്യൻ വേരിയന്റ് എന്ന് പറയാം. തുടക്കത്തിൽ ഇറാൻ പറഞ്ഞത് ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു ഡ്രോൺ റഷ്യക്ക് നൽകിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതും ഉക്രൈനെതിരെ റഷ്യ ആദ്യമായി ഈ ഡ്രോൺസ് ഉപയോഗിച്ചപ്പോഴായിരുന്നു ഇറാൻ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം അവരുടെ ഈ സംസാരമെല്ലാം മാറി തുടങ്ങി. ഇല്ല, ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആയിരക്കണക്കിന് ഡ്രോൺസ് ഞങ്ങൾ റഷ്യക്ക് നൽകിയെന്നും പറഞ്ഞു. അപ്പോ ഒഫീഷ്യലായി ഇറാന്റെ പക്കൽ നിന്നും ഈ ഡ്രോൺസ് വാങ്ങി റഷ്യ ഉപയോഗിച്ചു. ഈ ഡ്രോണുകൾ ഉക്രൈനെതിരെ തുടക്കത്തിൽ ഒരുപാട് അട്രോസിറ്റീസ് ചെയ്തു, അതിക്രമങ്ങൾ നടത്തി. കാരണം ഇറാന്റെ പക്കൽ നിന്നും റഷ്യ ഈ ഡ്രോൺ വാങ്ങിയല്ലോ. അത് ഇലക്ട്രോണിക് വാർഫെയറിന് വളരെയേറെ സാധ്യതയുള്ളതായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഡ്രോണിൽ സെൽഫ് കിൽ എന്ന ഓപ്ഷൻ ഉണ്ടാകും. ഇപ്പോ റഷ്യൻ ഓപ്പറേറ്റേഴ്സ് ചെയ്തത് ഇലക്ട്രോണിക് ജാമിങ്ങിനുള്ളിലേക്ക് ഈ ഡ്രോൺ പോകുമ്പോൾ അല്ലെങ്കിൽ സിഗ്നൽ കട്ടാകുമ്പോൾ സെൽഫ് കിൽ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യും. അതിന്റെ ആ മെക്കാനിസം ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ തറയിൽ നിന്നും 800 അടി ഉയരത്തിൽ അല്ലെങ്കിൽ 1000 അടി ഉയരത്തിൽ ഈ ഡ്രോൺ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഐഡിയൽ റേഞ്ച് അത്ര തന്നെയാണ്. 1000 മീറ്റർ വരെയും ഇത് പറക്കും എന്നൊക്കെ പറഞ്ഞാലും വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് പറന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരെ മെക്കാനിസം ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സിവിലിയൻ ബിൽഡിംഗ്സിൽ ഇത് വീണ് പൊട്ടിത്തെറിച്ചു. ഇത് കാരണം ഒരുപാട് സിവിലിയൻ കാഷ്വാലിറ്റീസും സംഭവിച്ചു. അതുകൊണ്ടാണ് അട്രോസിറ്റീസ് വാക്കുന്ന ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ഇങ്ങനെ ആ ഡ്രോൺ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതേസമയം ഉക്രൈൻ ഈ ഡ്രോണുകൾക്ക് എതിരെ ഇന്റർസെപ്ഷനും നടത്തി. ഒരേ സമയം 200 ഡ്രോണുകൾ വരികയാണെങ്കിൽ അതിൽ 180-ലധികം ഡ്രോൺസിനെ അവർ നശിപ്പിച്ചു. അതായത് 90%-ലധികം ഇന്റർസെപ്റ്റ് റേഷ്യോ നൽകിയിരുന്നു. താഴെയുള്ള ആന്റി ഡ്രോൺ സിസ്റ്റംസ് വഴിയും സോഫ്റ്റ് കിൽ, ഹാർഡ് കിൽ ഈ ഒരു ഓപ്ഷൻ വഴിയും, അതായത് ഇലക്ട്രോണിക് വാർഫെയർ വഴിയും അതിനെ ഡൗൺ ചെയ്യും, മറ്റൊന്ന് അതിനെ വെടിവെച്ച് വീഴ്ത്തും. ഇങ്ങനെ വളരെ എളുപ്പ മാർഗത്തിലൂടെ ഈ ഡ്രോൺസിനെ എല്ലാം നശിപ്പിച്ചിരുന്നു. ഇത് ഈ ഷാഹിദ് 136 സീരീസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഇറാനിയൻ മെയ്ഡ് വേർഷൻ മാത്രമായിരുന്നപ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. പക്ഷേ റഷ്യ ഇതിലൊരു അപ്ഗ്രേഡ് ചെയ്ത് ജെറാൻ എന്ന അവരുടെ സ്വന്തം പതിപ്പ് സൃഷ്ടിച്ചു. അന്നു മുതൽ ഈ സാഹചര്യമെല്ലാം അങ്ങനെ തലകീഴായി മാറാൻ തുടങ്ങി. പൊതുവെ യുദ്ധകളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോണുകൾക്ക് വ്യത്യസ്തമായ ആശയവിനിമയം ഉണ്ടാകും. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കും, GPS എയ്ഡ് സിസ്റ്റംസ് ഉപയോഗിക്കും, ഇനേർഷ്യൽ നാവിഗേഷൻസ് ഒഴികെ മറ്റെന്തെല്ലാമാണോ അവൈലബിൾ സിസ്റ്റംസ് ഉള്ളത് അതെല്ലാം ഉപയോഗിക്കും. ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇമേജിംഗ് സിസ്റ്റം, അതിന് സമാനമായ ഓപ്റ്റിക്കൽ ഇമേജ് കമ്പാരിസൺ സിസ്റ്റം, ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കും. ഇവയിൽ ഇപ്പോഴുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇലക്ട്രോണിക് ജാമിംഗ് ചെയ്യാൻ കഴിയാത്ത ഒരു സിസ്റ്റം ആണെങ്കിൽ അത് സിം കാർഡ്സ് ഉപയോഗിക്കുന്നതാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു ഡ്രോണിൽ സിം കാർഡ് ഉപയോഗിക്കുന്നത്, അതായത് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സിവിലിയൻ ഡ്രോൺസിൽ എങ്ങനെയാണോ സിം കാർഡ് ഉപയോഗിക്കുന്നത്, അതുപോലെ സിം കാർഡ് മൊഡ്യൂൾസ് ഇതിൽ ഉപയോഗിക്കും. ഇത് നമ്മുടെ ഫോണിലെ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെയാണ്. ആ ഡ്രോണിന്റെ ഓപ്പറേറ്റർക്കും ആ ഡ്രോണിനും ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അതും ഒരു ചെറിയ സിം കാർഡ് മൊഡ്യൂൾ ആ ഡ്രോണിൽ ഘടിപ്പിക്കുന്നതിലൂടെ. എന്നിട്ട് ഉക്രൈന്റെ സെൽ നെറ്റ്വർക്സിൽ നിന്ന് തന്നെ അതിന്റെ സിഗ്നൽസ് വാങ്ങുകയും ആ ഡ്രോണിന് ലഭിക്കുന്ന ലൈവ് ഫുട്ടേജ് ഓപ്പറേറ്റർക്ക് ഷെയർ ചെയ്യും. സാധാരണ നമ്മൾ ഫോണിൽ വീഡിയോ കോൾ സംസാരിക്കുന്ന സെയിം കോൺസെപ്റ്റ് ആണ്. ഇത് റഷ്യ തുടക്കത്തിൽ ചെയ്തു. എന്നാൽ ഇതിലൊരു പ്രശ്നം വന്നത് അവിടെ ആ ഡ്രോണിന്റെ സക്സസ് റേഷ്യോ 60% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ കൃത്യമായി അതിന്റെ ടാർഗറ്റിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അതുപോലെ ലൈവായി വീഡിയോ ഷെയർ ചെയ്യുന്ന പ്രോസസ്സിലും ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിലൂടെ
പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ച് അപ്ഡേറ്റഡ് ഡ്രോൺസ് ആയ ജുറാൻ വേരിയന്റ് സൃഷ്ടിച്ചു. ഇത് പൂർണ്ണമായും ഒരു മാഡ് ഡ്രോൺ ആയി നിർമ്മിച്ചിട്ടുണ്ട്. തുറന്ന് പറയണമെങ്കിൽ ഒരു ഭ്രാന്തൻ ഡ്രോൺ ആയിട്ടാണ് റഷ്യ ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. അത്രയും ഡെഡ്ലിയസ്റ്റ് ആയി തന്നെ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയെയും അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സിനെതിരെയും ഹൈ വാല്യൂ ടാർഗറ്റ്സിനെ വളരെ എളുപ്പത്തിൽ ഇത് ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റഷ്യ ഇതിൽ എന്ത് അപ്ഡേറ്റ് ആണ് നടത്തിയതെന്ന് ചോദിച്ചാൽ നമ്മൾ ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. ബേസിക്കായി ഈ ടെലഗ്രാം എന്നത് സീക്രട്ട് ചാറ്റ്സിന് വേണ്ടിയും ഹൈ പ്രൈവസി ചാറ്റ്സിന് വേണ്ടിയും നിർമ്മിച്ച ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് എന്നത് വാട്സ്ആപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വളരെ ഇംപ്രൂവ്ഡ് ആണ്. വാട്സ്ആപ്പിൽ പോലും ഈ എൻക്രിപ്റ്റഡ് മെസ്സേജസിനെ ഒഫീഷ്യൽസിനെ കൊണ്ട് ബ്രേക്ക് ചെയ്ത് കാണാൻ കഴിയും. എന്നാൽ ടെലഗ്രാമിൽ അത്ര പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിന് നേരെ ഒരുപാട് കുറ്റാരോപണങ്ങളുമുണ്ട്. ഇങ്ങനെ എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ടെലഗ്രാം ഉപയോഗിക്കുന്നവരാണ്. ഇതിൽ ബോട്ട്സ് എന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായി ഒരു ഫോൾഡർ പോലെയും ആക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക പ്രോസസ്സിന് വേണ്ടിയും ഉപയോഗിക്കാം. ഈ ബോട്ട്സിനെ സിം കാർഡ് മൊഡ്യൂൾ വഴി ഒരു സോഫ്റ്റ്വെയർ ആയി ക്രിയേറ്റ് ചെയ്ത് ആ ഡ്രോൺസിൽ സെറ്റ് ചെയ്യും. അപ്പോ അതൊരു ബോട്ടായി ആക്ടിവേറ്റ് ചെയ്യും. കൂടാതെ ആ കംപ്ലീറ്റ് ഡ്രോണിന്റെ കൺട്രോൾ ആ ടെലഗ്രാം ബോട്ട്സ് തന്നെ എടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പൊ ഞാനൊരു വ്യക്തിയുമായി വീഡിയോ കോൾ സംസാരിക്കണമെങ്കിൽ ടെലഗ്രാമിൽ ചെന്ന് വീഡിയോ കോൾ ഓപ്ഷൻ ലൈവായി നെറ്റ്വർക്ക് ഉപയോഗിച്ച് എനിക്ക് അവരുടെ ഫേസ് നോക്കി കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെയാണ് ഈ ഡ്രോൺ. ഞാനൊരു ഡ്രോൺ ഓപ്പറേറ്റർ ആണ്. എന്റെ കയ്യിൽ ആ ഒരു കൺട്രോൾ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ലൈവ് ഫുട്ടേജസിനെ ഡ്രോൺ എനിക്ക് ബോട്ട് വഴി ഷെയർ ചെയ്യും. അപ്പൊ പ്രാക്ടിക്കലായി ടെലഗ്രാമിനെ അടിസ്ഥാനമാക്കി ഒരു ടെലഗ്രാം ആപ്പിനെ ഡ്രോണിൽ വെച്ച് അയച്ചാൽ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഫോണിനെ ഡ്രോണിൽ വെച്ച് അയച്ചാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലൊരു കോൺസെപ്റ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ സിഗ്നൽസിന്റെ ഫ്രീക്വൻസി നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആദ്യം വരുന്ന ഡ്രോണുകൾ 800 ഫീറ്റ് മുതൽ 1000 മീറ്റർ വരെയും പറക്കും. എന്നാൽ ഇപ്പോ ഈ അപ്ഡേറ്റഡ് വേരിയന്റിൽ 2000 മീറ്റർ വരെയും പറക്കും എന്ന് പറയുന്നു. പക്ഷേ സാധാരണ നമ്മുടെ സെൽഫോൺ ടവർ റേഞ്ച് ഉണ്ടല്ലോ, ആ വെരി ഹൈ ഫ്രീക്വൻസി പോലും തൊട്ടടുത്ത് മാത്രമേ ഷെയർ ആവുകയുള്ളൂ. ആൽറ്റിറ്റ്യൂഡ് കൂടുകയില്ല. അതിന്റെ മാക്സിമം റീച്ചബിൾ റേഞ്ച് എന്നത് വെറും 2500 അടി മാത്രമാണ്. അതായത് വെറും ഒരു 1000 മീറ്ററിനുള്ളിൽ 2500 അടി മുതൽ 3200 അടിയിൽ കൂടുതൽ പോയാൽ പൂർണ്ണമായും സെൽഫോൺ നെറ്റ്വർക്ക് കട്ടാകും. അവിടെ സിഗ്നൽ ഫ്രീക്വൻസി ഒട്ടും തന്നെ ലഭിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് 2000 മീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഈ ഡ്രോൺസിനെ കൊണ്ട് ഫ്രീക്വൻസി ക്യാച്ച് ചെയ്യാൻ കഴിയുക? ഇങ്ങനൊരു ചോദ്യം വരണം. അതിനുള്ള ലളിതമായ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ഈ ഡ്രോൺസ് ഇനിഷ്യൽ സ്റ്റേജസിൽ ഈ ടെലഗ്രാം ബോട്ട് ഓപ്ഷൻസ് ഓൺ ആക്കില്ല. അവർക്ക് മുൻകൂട്ടി തന്നെ നൽകിയിട്ടുള്ള ടാർഗറ്റിനെ നോക്കി 2000 മീറ്റർ മുതൽ 3000 മീറ്റർ വരെയും പോകും. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കും. ഈ 2000 മീറ്റർ കഴിഞ്ഞാൽ സാധാരണ ആന്റി ഡ്രോൺസ് ഗൺസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉക്രൈന്റെ പക്കലുള്ള ചെറിയ ചെറിയ ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്സ് ഉപയോഗിച്ചോ ആ ഡ്രോണിനെ ഡൗൺ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ ഉയരം 1000 മീറ്റർ മുതൽ 1200 മീറ്റർ ഉള്ളിലുള്ളപ്പോൾ മാത്രമേ GPS ഡിനൈഡ് എൻവയോൺമെന്റിൽ അതിനെ നശിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലും അതിനെ ഡൗൺ ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് ടാർഗറ്റിനെ റീച്ച് ചെയ്യുന്ന ചില സെക്കൻഡുകൾക്ക് മുൻപ് അതിന്റെ സിം കാർഡ് മൊഡ്യൂൾ ആക്ടിവേറ്റ് ചെയ്യും. അതും ഉക്രൈൻ സിം കാർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത്രത്തോളം ഉക്രൈനുള്ളിൽ തന്നെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അങ്ങനെ സിം കാർഡ് മൊഡ്യൂൾ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ റേഞ്ച് പൂർണ്ണമായും കുറയും. ലൈവ് വീഡിയോ ഫുട്ടേജ് ടെലഗ്രാം ബോട്ട്സ് വഴി ഷെയർ ആവുകയും ചെയ്യും. അപ്പോ ഇനിഷ്യൽ സ്റ്റേജസ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പൊ ഒരുപാട് അപ്ഗ്രേഡ്, അതും ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്സിനെ കൊണ്ട് പോലും ഈ ഡ്രോണിന് അത്ര പെട്ടെന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ GPS ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ സാധിക്കും. കാലിനിൻഗ്രാഡ് റീജിയണിൽ പോലും റഷ്യ ഒരുപാട് തവണ GPS കട്ട് ചെയ്തിരുന്നു. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് വെച്ച് ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കാരണം ചുറ്റുമുള്ള സിവിലിയൻ എയർലൈൻസ് മുഴുവനും GPS സിഗ്നൽ ജാം ആകുന്നു എന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ അറിഞ്ഞിരുന്നു. നമ്മളും പല കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ GPS ഡിനൈഡ് എൻവയോൺമെന്റിൽ, കട്ട് ചെയ്ത എൻവയോൺമെന്റിൽ നമുക്ക് ഇങ്ങനെ പറയാം. പക്ഷേ സെൽഫോൺ ടവേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കട്ട് ചെയ്യാൻ കഴിയില്ല. 2-3 ജില്ലകളിൽ ഈ സെൽഫോൺ സിഗ്നൽസ് കട്ട് ചെയ്താൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്കും പരിഭ്രാന്തിക്കും കാരണമാകും. ഇത് മനസ്സിലാക്കിയാണ് ഉക്രൈനെതിരെയുള്ള കൂടുതൽ ആക്രമണം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഉക്രൈനെ കൊണ്ട് ഡിഫൻഡ് ചെയ്യാനും സാധിക്കുന്നില്ല. ഈ ഒരു അപ്ഗ്രേഡ് കാരണം 90% ഉണ്ടായിരുന്ന ഇന്റർസെപ്റ്റ് റേഷ്യോ ഇപ്പോ 30-32% ഇത് ഉക്രൈന് ഒരു വലിയ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതും ഇതിൽ എടുത്തു പറയേണ്ടത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കണക്ക്, മെയ് മാസം 24 മുതൽ 25 ഈ 2 ദിവസത്തിനുള്ളിൽ വെറും 48 മണിക്കൂറിനുള്ളിൽ 2000 ഷാഹിദ് ഡ്രോൺസ് ആണ് ഉക്രൈന്റെ ആകാശത്തിലൂടെ പറന്നത്. അത് ഒഫീഷ്യലായി ഉക്രൈനും കൺഫേം ചെയ്തിട്ടുണ്ട്. വെറും 2 ദിവസത്തിൽ 2000 ഡ്രോൺസ് പറക്കുക ഒരു സാധാരണ കാര്യമേ അല്ല. എന്നാൽ റെക്കോർഡ് ചെയ്ത വാർത്തകൾ അനുസരിച്ച് നോക്കിയാൽ 300 ഡ്രോൺസ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരുപാട് ധാരാളം ഡമ്മി
ഡ്രോൺസും റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഡമ്മി ഡ്രോൺസ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു സ്ഥലത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെറും സിഗ്നൽ ഇന്റലിജൻസ് ഡ്രോണായി മാത്രം പ്രവർത്തിക്കും. എവിടെയാണ് എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളത്, എവിടെയാണ് ഉക്രൈന്റെ പൊസിഷൻസ് ഉള്ളത്, ഇങ്ങനെ സിഗ്നൽ വാങ്ങാൻ വേണ്ടി മാത്രം ഇവയെ അകത്തേക്ക് അയക്കും. അതിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ മറ്റു ഡ്രോണുകളിലേക്ക് പാസ് ചെയ്യുകയും അതിനെ റിയൽ ഡ്രോണാക്കി മാറ്റി ഉക്രൈനുള്ളിൽ ഉപയോഗിക്കും. ഇവയെല്ലാം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു സിനിമ പോലെ തോന്നാം. പക്ഷേ ഇതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻപും പറഞ്ഞതാണ്, വീണ്ടും ഈ വീഡിയോയിലും പറയുന്നു, നിങ്ങൾക്കറിയാവുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഡ്രോണിനെ കുറിച്ചുള്ള ബേസിക് നോളജ് നൽകുക. അല്ലെങ്കിൽ കഴിയുന്നത്ര ഈ ഡ്രോൺ സംബന്ധിക്കുന്ന എഡ്യൂക്കേഷൻ അവർക്ക് നൽകാൻ ശ്രമിക്കുക. ഭാവിയിൽ ഒരുപാട് സ്കോപ്പ് ഇതിലുണ്ട്. കാരണം ഭാവിയിലുള്ള വാർഫെയർ എന്നത് മിസൈൽസിനെ മാത്രം അടിസ്ഥാനമാക്കിയല്ല നടക്കുന്നത്. സ്വാം ഡ്രോൺ കൂട്ടം എന്ത് ചെയ്യും എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഹിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.